ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഈ വാർത്ത കണ്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ജനാധിപത്യ മറുപടിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. പക്ഷെ ഞാൻ ഈ വാർത്ത കണ്ട്, ഈ നിർദ്ദേശം കണ്ട് ഒന്ന് ഞെട്ടിത്തെരിച്ചുപോയി. കേരളത്തിൻ്റെ DGP പറയുകയാണ്, പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അങ്ങയോട് ഒരു കാര്യം പറയുകയാണ്. അങ്ങ് കേരളത്തിൻ്റെ നല്ല മുഖ്യമന്ത്രിയാണ്, പക്ഷേ അങ്ങ് ഒരു നല്ല ആഭ്യന്തരമന്ത്രിയല്ല. അങ്ങ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരം 100% പരാജയമാണെന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിൻ്റെ DGPയുടെ ഈ നിർദ്ദേശം. സർ, ഇത് UP അല്ല, BJPക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ല, RSSകാർ പരസ്യമായി വിളയാട്ടം നടത്തുന്ന ഒരു മേഖലയല്ല. മറിച്ച് മതനിരപേക്ഷതയുടെ മുഖം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കേരളമാണ്. നിങ്ങൾ ഭരിക്കുന്ന കൊച്ചു കേരളമാണ്. ആ കേരളത്തിലാണ് പരസ്യമായ ഭരണഘടനാ വിരുദ്ധമായി, ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം മുന്നോട്ട് വെച്ച ഒരു നിയമത്തിൽ പ്രതിഷേധിക്കരുത് എന്ന് പറയാനുള്ള അവകാശവുമായി, സ്വാതന്ത്ര്യവുമായി കേരളത്തിൻ്റെ DGP മുന്നിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തകർച്ചയാണ്. സാർ, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നിലുള്ളത് കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റിയാണ്. അവർ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭരണഘടന സംരക്ഷണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയുടെ ഭാഗമായി റോഡുകളിൽ പോയിരുന്ന അനൗൺസ്മെന്റ് വാഹനത്തെ ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ പിടിച്ചു വെച്ചിരിക്കുന്നു. അവരത് പിടിച്ചു വെച്ചിട്ട് അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. അവിടെ ചോദിച്ചു പോയ CPIMന്റെ ഭാരവാഹികളോട് മുഖ്യമന്ത്രിയെ തെറി പറയുന്ന രീതിയിൽ മോശമായി പെരുമാറി എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് മറ്റാരുമല്ല സാർ പറഞ്ഞത്, അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ, അതും രഹസ്യമായല്ല, സോഷ്യൽ മീഡിയകളിൽ വന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ആഭ്യന്തരം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വസ്തുതാപരമായിട്ട് അങ്ങയുടെ ആഭ്യന്തരം തികച്ചും പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു സർക്കാരാണ് അങ്ങയുടേത്. ആ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയാൽ പിടിച്ചകത്തിടും എന്ന്. അങ്ങ് തന്നെ പരിശോധിക്കുക. അങ്ങയുടെ പാർട്ടി പ്രവർത്തകർ തന്നെ അങ്ങയെ വിചാരണ ചെയ്യട്ടെ, അങ്ങയുടെ ആഭ്യന്തരം എത്രത്തോളം ശരിയാണ് എന്ന്. ഇത്രത്തോളം വലിയ ഒരവസ്ഥ നേരിടുമ്പോൾ അങ്ങയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ, അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ആദ്യ കാര്യം എന്താണെന്ന് അങ്ങേക്കറിയുമോ? പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയവർക്കെതിരെയുള്ള എല്ലാ കേസുകളും റദ്ദ് ചെയ്യണമെന്നാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഹേമന്ത് സോറൻ പറഞ്ഞത്. അത് മാത്രമല്ല, അവർക്കെതിരെ FIR ഇട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറഞ്ഞു. അങ്ങയിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മഹാ തീരുമാനം അങ്ങയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. അങ്ങ് ജനാധിപത്യത്തെ കൃത്യമായി മാനിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അങ്ങയിൽ. ആ വിശ്വാസം നിലനിർത്തി പറയട്ടെ. DGPയുടെ ഈ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യാൻ അങ്ങ് മുന്നോട്ട് വരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
നമസ്കാരം.